ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്യൂട്ടിക്കിടെ ഇന്ത്യൻ യാത്രക്കാരനെ തടഞ്ഞുവെച്ച് പണം മോഷ്ടിച്ച സംഭവത്തിൽ 2 ബഹ്റൈനി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഹൈ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുന്നു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മോഷണം നടത്തിയതും നിയമവിരുദ്ധമായി യാത്രക്കാരന്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതുമടക്കം ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അബുദാബിയിലേക്ക് യാത്ര ചെയ്യാനായി എത്തിയ യാത്രക്കാരനെ ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം വിമാനത്താവളത്തിലെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഉണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ട ശേഷം ഇവർ യാത്രക്കാരനെ ഒരു ക്യാബിനുള്ളിലാക്കി പൂട്ടി. തന്റെ കൈവശം 40,100 സൗദി റിയാൽ ഉണ്ടെന്ന് യാത്രക്കാരൻ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ഇയാളെ ഭീഷണിപ്പെടുത്തുകയും അതിക്രമം കാട്ടി പണം പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളെ വിമാനത്തിൽ കയറ്റിവിട്ടു. വിമാനത്തിൽ വെച്ച് എണ്ണി നോക്കിയപ്പോഴാണ് 3,500 റിയാൽ നഷ്ടപ്പെട്ടതായി യാത്രക്കാരൻ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. ചോദ്യത്തിൽ പ്രതികളിൽ ഒരാൾ 2,000 റിയാൽ മോഷ്ടിച്ചതും അത് ഇരുവരും വീതിച്ചെടുത്തതും അംഗീകരിച്ചു. വിമാനത്താവളത്തിൽ സംശയകരമായ രീതിയിൽ പണമോ സ്വർണമോ കണ്ടാൽ അത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും നിശ്ചിത കേന്ദ്രങ്ങളിൽ വെച്ച് പരിശോധിക്കുകയുമാണ് ചട്ടം. എന്നാൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥർ ശുചിമുറിയിൽ വെച്ച് അതിക്രമം നടത്തിയത്. ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷിമൊഴിയും പ്രതികൾക്കെതിരായ പ്രധാന തെളിവായി കോടതി സ്വീകരിച്ചു. പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിനായി കോടതി കേസ് ഡിസംബർ 28 മാറ്റി.